ഈ പ്രവീണ, ഈ ലോഡ്ജ് മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ വന്നു, അതായത് ജസ്നയെ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ ലോഡ്ജ് ഉടമ പറയുന്നത് അത്തരത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്താണ് ഇന്ന് സംഭവിച്ചത് സത്യത്തിൽ? ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയായ സ്ത്രീ പറയുന്നത് അവർ കണ്ടിരുന്നു, ആ ലോഡ്ജിൽ ജസ്ന എത്തിയിരുന്നു വൈകുന്നേരം വരെ, അതായത് ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ആൺകുട്ടിക്കൊപ്പം പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. എന്നാൽ ഇത് 2 വർഷം മുൻപ് തന്നെ ക്രൈംബ്രാഞ്ചിന് ഇവർ മൊഴിയായി നൽകിയിരുന്നു. അന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ അന്വേഷിക്കുകയും അന്ന് കിട്ടിയ വീഡിയോ ദൃശ്യങ്ങൾ, ആ ലോഡ്ജിൽ CCTV ഇല്ല, പക്ഷേ ആ വഴിയിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ജസ്നയുടെ ബന്ധുക്കളടക്കം അത് ജസ്ന അല്ല എന്ന് തെളിയുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രവുമല്ല, ഈ ലോഡ്ജിൽ വന്നു എന്ന് പറയുമ്പോഴും ആ ലോഡ്ജിൽ ജസ്നയുടെ പേരോ ജസ്നയ്ക്കൊപ്പം വന്ന ആളുടെ പേരോ ഒന്നും തന്നെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ ആരെയും ആ ലോഡ്ജിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് ലോഡ്ജ് ഉടമയും പറയുന്നത്. അക്കണക്കിന് അയാളുടെ ഫോൺ രേഖകളും രജിസ്റ്ററും അടക്കം പരിശോധിച്ചതിൽ നിന്ന് ഇക്കാര്യത്തിൽ വ്യക്തത വന്നതുമില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ ജസ്ന അവിടെ വന്നതായി സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുമില്ല അന്വേഷണ സംഘത്തിന്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ആരോപണവുമായി അവർ രംഗത്തു വരുന്നത്. അതിനൊരു കാരണം ഈ പോലീസും അതുപോലെ തന്നെ ഈ ലോഡ്ജ് ഉടമയും പറയുന്നത്, ലോഡ്ജ് ഉടമയും ഈ മുൻ ജീവനക്കാരിയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നതടക്കമുള്ള വിഷയത്തിൽ കോടതിയിൽ വരെ കേസ് നിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ലോഡ്ജ് ഉടമയ്ക്ക് ജാമ്യം അനുവദിച്ചു കിട്ടിയിരുന്നു. നോൺ ബെയിലബിളിൽ കോടതിയിൽ പോയാണ് അദ്ദേഹം ജാമ്യം എടുത്തത്. ആ സാഹചര്യത്തിൽ കേസിൽ നിന്ന് അയാൾ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കിയ ശേഷം അയാളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുകയാണ് എന്നുള്ളതാണ് ആരോപണം. എന്ത് തന്നെ ആയാലും അത് ജസ്നയാണോ അല്ലയോ എന്നുള്ളത് ഇനിയും ഒരു പക്ഷേ പോലീസിന് മുന്നിൽ അന്വേഷിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇത് മുൻപ് തന്നെ മൊഴി കൊടുക്കുകയും അതിന്മേൽ അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്ത കേസാണ്. എന്തായാലും നിലവിൽ അവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ വീണ്ടും ഇതൊരു ചർച്ചയ്ക്ക് വരുമ്പോൾ ജസ്നയുടെ പിതാവ് അടക്കം ഇത് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ കൂടി ചേരുന്നുണ്ട്. പ്രവീൺ, ഈ ജസ്നയുടെ അച്ഛൻ പറയുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടക്കുന്നു എന്നാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ നേരിട്ട് ഈ ലോഡ്ജിലെത്തി CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതാണ്. അത് തൻ്റെ മകളല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. റോഷ്നി, ഈ ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് അന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ അത് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, ഏറ്റവും ഒടുവിൽ CBIയിലേക്ക് അന്വേഷണം എത്തുന്നു. ഈ 3 അന്വേഷണ സംഘത്തെയും ഏറെ കുഴപ്പിച്ച ഒരു കേസാണ് ഈ ജസ്ന തിരോധാന കേസ്. ഇപ്പോഴും അതിൻ്റെ തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ CBI അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് കണ്ട് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് അദ്ദേഹം സ്വന്തമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ചില ആളുകളെയൊക്കെ കൂട്ടിയാണ് അദ്ദേഹം അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയത്. ആ അന്വേഷണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കണ്ടെത്തലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതിനുശേഷം അത് CBI കോടതിയിൽ ഇത് ബോധിപ്പിക്കുകയും പിന്നീട് CBIയുടെ തുടരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ലോഡ്ജിലെ ഒരു മുൻ ജീവനക്കാരി ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നത്. സ്വാഭാവികമായും ജെയിംസ് ജോസഫിന് എന്താണ് പറയാനുള്ളത് എന്നാണ് ആളുകൾക്ക് കേൾക്കാൻ ഒരു ആഗ്രഹമുള്ളത്. അതുകൊണ്ടാണ് നാം ജെയിംസ് ജോസഫിനെ തന്നെ നേരിട്ട് സമീപിച്ചത്. ജെയിംസ് ജോസഫ് പറയുന്നത് ഈ CCTVയിലുള്ള ദൃശ്യത്തിലുള്ള പെൺകുട്ടി തൻ്റെ മകളല്ല എന്നുള്ളതാണ്. 1 മാസം മുമ്പ് ഈ മുൻ ജീവനക്കാരി തന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വിശ്വസ്തരെ ആ ലോഡ്ജിലേക്ക് വിട്ട് വീണ്ടും ആ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. അത് ജസ്നയല്ല എന്ന് തന്നെയാണ് ജെയിംസ് ജോസഫ് ആവർത്തിച്ച് പറയുന്നത്. ഒപ്പം തന്നെ നാം ഒരു കാര്യം എടുത്ത് ചോദിച്ചത്, അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി ഇതിൻ്റെ പുറകിൽ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നാം ചോദിച്ചത് ആരായിരിക്കാം ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞത് ഈ ജസ്ന തിരോധനവുമായി ബന്ധമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധങ്ങളുള്ള ആളുകൾ തന്നെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നാണ്. കേസ് അന്വേഷണം അത് വഴിതിരിച്ചുവിടാൻ പല ഘട്ടത്തിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. അത് മുണ്ടക്കയത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്ന് ജെയിംസ് ജോസഫ് പറയുന്നു. ഏതായാലും ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരി പറഞ്ഞ കാര്യങ്ങൾ, ലോഡ്ജിലേക്ക് ജസ്നയോട് സാമ്യമുള്ള ഒരു പെൺകുട്ടി എത്തി എന്നുള്ള ആ ഒരു കാര്യം അത് പൂർണ്ണമായും നിഷേധിക്കുന്നതാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് ഇന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.